BJPയുടെ ലോകസഭയിലെ കേരളത്തിലെ പ്രതിനിധി, കേന്ദ്രത്തിലെ മന്ത്രി, പ്രശസ്ത സിനിമാ നടൻ സുരേഷ് ഗോപി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ ഒരു ജനകീയനായ രാഷ്ട്രീയക്കാരനാകാൻ പഠിക്കുകയാണോ എന്നറിയില്ല. ഏതായാലും ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വലിയ നേതാവിനെ കണ്ട കോട്ടയം കോട്ടയത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇന്നലെ അദ്ദേഹത്തിന് നിവേദനം നൽകാനായി. അത് നിവേദനം നൽകാൻ പോയത് ആ പോയ ആളിൻ്റെ മാന്യത കുറവാണെങ്കിൽ നമുക്ക് അയാളോട് ക്ഷമിച്ചുകൂടെ? ആ കാറിനടുത്തേക്ക്, അദ്ദേഹത്തിൻ്റെ കാറിനടുത്തേക്ക് നിവേദനവുമായി ചെന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ചെല്ലുമ്പോൾ കാറിനകത്ത് ഇന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല. പോലീസ് ഓടി വരുന്നു, വണ്ടി നിൽക്കുന്നു. ഒരു അപേക്ഷ കൊടുക്കാനായി ചെന്നതാണ്. ഓടിക്കൂടിയ BJP പ്രവർത്തകർ അദ്ദേഹത്തോട് കാണിച്ചത് കണ്ടാൽ അതിലും ഭീകരം. ഏതായാലും ഇവിടെ ചോദിച്ചു പോകുന്നത്, സാർ, ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിച്ച ആളാണ്. അപേക്ഷ കൊടുക്കാൻ പോയത് അത് ഏത് രീതിയായിരുന്നാലും ഇവിടെയാണ് ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ ഒരു നേതാവിനെ നമ്മൾ ഓർത്തു പോകുന്നത്. ഈ BJP പ്രവർത്തകർ എന്താണ് കരുതുന്നത്? ഒരു സുരേഷ് ഗോപിയെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ വേറൊന്നും നേടാനില്ല എന്നാണ്. ആ മനുഷ്യനോട് കാണിച്ച സാഹചര്യമില്ല. ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം കരയുകയാണ്, കയ്യും കാലും വിറയ്ക്കുകയാണ് ഇവരുടെ ഷൗട്ടിങ് കണ്ടിട്ട്. സുരേഷ് ഗോപി കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോലുമില്ല. ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു ജനപ്രതിനിധിയാണ്. ആ വാർത്ത തന്നെ അപൂർണമാണ്. കാരണം എന്ത് നിവേദനമാണ് അങ്ങനെ കൊടുക്കാൻ പോയത്? വാർത്താപൂർണ്ണം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ അടുത്ത് സംസാരിക്കണം. എന്ത് നിവേദനം സമയം കൊടുക്കണം. എന്ത് നിവേദനമാണ് കൊടുക്കാൻ പോയത്? സുരേഷ് ഗോപി എന്നുള്ള തൃശ്ശൂർക്കാരൻ MP അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏത് നിവേദനമാണ് സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ പോയത്? ഇങ്ങനെ നിവേദനമാണ് കൊണ്ടുപോകുന്നതെന്ന് സുരേഷ് ഗോപിക്ക് അറിയാമോ? ബാഹ്യ കയ്യിലുള്ളത് എന്ത് നിവേദനമാണ് കൊടുക്കാൻ പോകുന്നത്? ഇപ്പോൾ ഷാഫിയെ തല്ലിയ അനുഭവമുണ്ട്. പോലീസ് വേഷത്തിൽ ഇവൻ തല്ലി. അല്ല, പോലീസ് വേഷത്തിൽ വന്ന് ഷാഫിയെ തല്ലി പേരാമ്പ്രല്ലേ. ഇപ്പം ആ കാര്യത്തിൽ ആരെങ്കിലും പരിചയമില്ലാത്ത അപരിചിതരെ അടുത്തേക്ക് പെട്ടെന്ന് വരും. സാർ, അദ്ദേഹത്തിന് സെക്യൂരിറ്റിക്കാരല്ലേ സാർ? അല്ല, അവിടെ സെക്യൂരിറ്റിക്കാരല്ലോ. കാറിനകത്തുണ്ടല്ലോ. അവിടെ തല്ലിയത് വിടുക. ഇവിടെ കാറിനടുത്തേക്ക് അപേക്ഷമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിനോട് സെക്യൂരിറ്റിക്കാർ പോലീസുകാർ വന്നില്ല. പിണറായി വിജയന്റെ കൂട്ടും ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് സെക്യൂരിറ്റി വിടാൻ സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നില്ല. സുരേഷ് ഗോപി ആ രീതിയിൽ കുറ്റപ്പെടുത്തി ടാർഗറ്റ് ചെയ്യുന്നത് സുരേഷ് ഗോപി ചെല്ലുന്നിടത്ത് മാത്രം നിവേദനങ്ങളുമായിട്ട് ഇവർ പോകുന്നതിനാ സാർ? അങ്ങനെ നിവേദനം കൊണ്ട് പോകണ്ടേ? സാറിനൊരു ഒരു നിവേദനം കൊണ്ട് ആരും വരണ്ടെന്ന് സാറിന് പറയാൻ പറ്റും? നിങ്ങൾക്ക് പിണറായി വിജയന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ഒരു കടലാധ്യക്ഷനായിട്ട് ചെല്ലാൻ പറ്റുമോ? സാർ, പിണറായി വിജയൻ ആകരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിണറായി വിജയൻ ആകാൻ സുരേഷ് ഗോപി ശ്രമിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ. അത് പിണറായി വിജയനേക്കാൾ അപ്പുറമാകും. അത് ഏറ്റവും ചീത്തപ്പാടമാണ്. അല്ല, പിണറായി വിജയനെ ഒരു രാജാപ്പാർട്ട് അല്ല, പിണറായി രാജാപ്പാർട്ടല്ല. പിണറായി വിജയൻ നമ്മളെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. മുഖ്യമന്ത്രി എന്നുള്ളതല്ലേ, രക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. അയാൾ തലവല്ലി പൊളിച്ചിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. സാർ, അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഷാഫിയെ തല്ലിയെന്തിനാ? എല്ലാവരും അങ്ങനെ ആണോ? പല പ്രാവശ്യത്തോടെ അനുഭവം ഉണ്ടായി. ഷാഫിയോട് മത്സരിക്കുമ്പോൾ മറ്റേ തെറ്റായ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തി. അന്വേഷണം ഇങ്ങനെ നടക്കുന്നില്ല. പാഞ്ഞെടുത്ത് ഇങ്ങനെ ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവര് അറ്റാക്ക്. ഇത്തരത്തിൽ അങ്ങനെ ഒന്നുമല്ല. ആ മനുഷ്യൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് സാറിനോട് അതാണ് ചോദിച്ചേ. അയാൾ കൊടുക്കാൻ പോയ നിവേദനം ഉണ്ട്. അയാൾ ഏതെങ്കിലും പാർട്ടി സജീവമായ CPM കാരനാണ്, അല്ലെ നേരത്തെ CPM-ന്റെ തല്ലുകേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ്, അല്ലെ CPM-ന്റെ ഗുണ്ടയാണ്? ഷാഫിയെ അങ്ങനെയാണോ ഇല്ലയോ എന്ന് അവിടുത്തെ BJP പ്രവർത്തകർക്കറിയാം. അതാണ് ഞാൻ ചോദിച്ച ആളുടെ പേരറിയാവോ? നിവേദനം എന്തായിരുന്നു? അവിടെ ആണെങ്കിൽ മന്ത്രിയുണ്ട്, വാസവനുണ്ട്, സർവശക്തനായ മന്ത്രി. ഏത് MP-യെക്കാളും ശക്തനായ മന്ത്രി വാസവനുണ്ട് അവിടെ. ജനങ്ങളുടെ മന്ത്രി, ഇടതുപക്ഷത്തിൻ്റെ മന്ത്രി. വാസവനെ കണ്ട് കൊടുക്കാമായിരുന്നല്ലോ. വാസവനെ കൊണ്ട് ഫോർവേഡ് ചെയ്യുകയായിരുന്നല്ലോ. അല്ലെ തിരുവനന്തപുരം വാസവനെ കൊണ്ട് നടക്കില്ലായിരിക്കും. ആർക്ക് വാസവനോട് നിവേദനം കൊടുത്താൽ സുരേഷ് ഗോപി മേടിക്കില്ലേ? കൊടുത്തുവിട്ടാൽ എന്തിനെങ്ങനെ വളഞ്ഞു കിട്ടണം? സുരേഷ് ഗോപി തൃശ്ശൂരത്തെ കാര്യം മാത്രം ചെയ്യാതിരിക്കുന്ന ഒരു ലോകസഭയിലെ മന്ത്രി അല്ല. ഇതിന്റെ അകത്ത് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് നിവേദനം കൊണ്ടുപോയി പലയിടത്ത് പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? ജനകീയനാകാൻ കഴിയാത്തതുകൊണ്ട്. അത് വേണ്ട. എല്ലാവരും ജനകീയരാണോ? MP-മാർ എത്ര പേര്, ടെക്നോക്രാറ്റ്സ് എത്ര പേര് വരുന്നുണ്ട്? ഈ ശ്രീധരൻ ജനകീയനായിരുന്നു. സാർ, എന്തുകൊണ്ട് ജോർജ് കുര്യന്റെ അടുത്ത് ഈ മനുഷ്യൻ പോയില്ല? അവിടെയാണ് എന്തുകൊണ്ട് പോയില്ല? അപ്പൊ ജോർജ് കുര്യനൊന്നും ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ളതുകൊണ്ടാ? അല്ല, ജോർജ് ചുക്കും ചെയ്യില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ ജോർജ് കുര്യനെ പറ്റി അറിയാം. എന്നോട് ജോർജ് കുര്യനെ പറ്റി ചോദിച്ചാൽ നല്ല അഭിപ്രായം പറയുള്ളൂ. BJP-കാരനെ പറ്റിയല്ലോ പറയുന്നത്. ജോർജ് കുര്യൻ MP-യെ പറ്റി ഞാൻ നല്ല അഭിപ്രായം പറയും. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. മര്യാദ വിനയമുണ്ട്. പക്ഷേ പ്രകടനാത്മക സുരേഷ് ഗോപി അത്ര ഇല്ല.
കാണിക്കാൻ സർ നടക്കുക. ബാക്കി എല്ലാവരും മോശക്കാരും ഞാൻ ചെയ്ത വലിയ കാര്യം എന്ന് അല്ലല്ല, ഇവിടുത്തെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇന്ന് കേരളത്തിന് ചില മോഡലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മോഡലുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ കൂടുതലായി ഗുണ്ടായിസമാണ് മിക്കവാറും എല്ലാ പാർട്ടികളും ഇപ്പോൾ ആയുധമാക്കുന്നത്. ഇപ്പോൾ അതൊരു ടി പി ചന്ദ്രശേഖരൻ്റെ വളം തൊട്ട് കൊലയാളികൾക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ അധികാരവും അംഗീകാരമുണ്ട് ജയിലിൽ പോലും. അത് കണ്ട് വളരുന്നവരാണ് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുത്താൽ വന്ന ആളിനെ ചുറ്റുമുള്ള BJP കോട്ടയംകാർക്ക് അറിയത്തില്ലെങ്കിൽ അത് ആരാ ചോദിക്കേണ്ട അയാളോട്? പോലീസിന് വിളിച്ചു ചോദിക്കാം. ഈ പോലീസ് കൂടി ഉണ്ടല്ലോ, പുറത്ത് പോലീസുണ്ട്. പോലീസിന് ഇയാളെ വിളിച്ചുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കാമല്ലോ. പോലീസിന് BJPക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. ഇത് നേരെ ഒരു MPയെ നേരിട്ട് കാണേണ്ട നിവേദനം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അതിരുകടന്ന വാദമാണ്. ഉമ്മൻചാണ്ടിക്ക് സാധിക്കും. ഉമ്മൻചാണ്ടി നിവേദനം മേടിച്ച് വെളുപ്പിനെ 3 മണി വരെ നിൽക്കും. അത് ഉമ്മൻചാണ്ടിക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടിക്ക് മാത്രം. കരുണാകരന് സാധിക്കില്ല, നയനാർക്ക് ആർക്കും സാധിക്കില്ല, സാധിച്ചിട്ടില്ല ഇതുവരെ. അച്യുതമേനോനെ പഠിപ്പിക്കില്ല, പിണറായി വിജയൻ ഒട്ടും പിണറായി വിജയനാണ് ഇന്ന് അടി മേടിച്ചേനെ. ഇപ്പോൾ അയാളുടെ 2-3 പൂച്ചട്ടിയുടെ ദേഹത്ത് വീണാനെ, സെക്യൂരിറ്റി സ്റ്റാഫ് ഇറങ്ങിച്ച് തല തല്ലി പൊട്ടിച്ചേനെ ഉറപ്പായിട്ടും. സർ അപ്പോൾ ഇവിടെ എന്ത് വ്യത്യാസമുണ്ട് DYFIക്കാരും BJPക്കാരും തമ്മിൽ? വലിയ വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറയാം. രണ്ടുപേരെ ആ മനുഷ്യൻ നിന്ന് വിറയ്ക്കുന്നു, കരയുന്ന മനുഷ്യൻ. അതങ്ങനെ അല്ല. അയാളെ എങ്ങനെ ഒരു ഗുണ്ടയായിട്ടൊക്കെ ചിത്രീകരിക്കും? ഷാഫിക്ക് ഗുണ്ടയായിട്ട് നമുക്കറിയാമോ? ഈ ഫോട്ടോയിൽ കാണുന്ന റിപ്പോർട്ടർ ചാനൽ പോലുള്ള ഫോട്ടോക്കാരെടുത്ത് റിപ്പോർട്ടറൊന്നും അല്ലാതെ എടുത്തിരിക്കുന്നത് വന്നൊരു വാർത്തയാണ്. അല്ല, ഏഷ്യാനെറ്റ് ഏതാണെങ്കിലും അതിനെക്കുറിച്ച് ആ വിവരങ്ങൾ അറിയാത്തടത്തോളം സർ വല്ലാതെ സുരേഷ് ഗോപിയെ സാധൂകരിക്കാനുള്ളതാണ്. ഞാൻ ഈ കാര്യത്തിൽ സാധൂകരിക്കും. BJP എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള പല നടപടികളും എനിക്ക് എതിർക്കാം. ഷോയാണ് തൃശ്ശൂർ പൂരം ഉൾപ്പെടെ. ഈ കലിംഗ സമ്മേളനം വെച്ചതാണ്. ഒരുപക്ഷെ ചിലപ്പോൾ ആ സമ്മേളനം നടന്ന വേദിയിൽ ഇദ്ദേഹത്തിന് ഈ പേപ്പർ കൊടുക്കാൻ പറ്റി കാണത്തില്ല. അല്ല, കലിംഗ സമ്മേളനത്തെ പരിഹസിക്കുന്നവരുണ്ട്. അവിടുത്തെ BJPക്കാരെ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗുണം ഉണ്ടായി കാണത്തില്ല. ഈ പിടിച്ചു മാറ്റിയ ആൾക്കാർ അവിടുത്തെ BJPക്കാർ അവിടുന്ന് വന്നതാണ് പറഞ്ഞത്. തൃശ്ശൂരിൽ നിന്ന് വന്ന ആളാണെങ്കിൽ ഞാൻ അല്ല, തൃശ്ശൂരിൽ നിന്ന് വന്നതല്ല സർ. എന്തിന് തൃശ്ശൂർ മാത്രം പറയണം? അല്ല സാർ, അത്ര MPമാർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മന്ത്രി. എനിക്ക് മനസ്സിലാവാതെ സുരേഷ് ഗോപിയെ മാത്രം തേടിപ്പിടിച്ച് ഇങ്ങനെ പോകുന്നതിന്റെ അടിസ്ഥാനം ഇപ്പൊ പല കേസുകളും തേടിപ്പിടിച്ച് പോയതൊന്നും അല്ല അയാള്. അല്ല, പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സാറേ? വാർത്തകൾ അത് വന്നിട്ടില്ല. സുരേഷ് ഗോപി കൊടുത്ത നിവേദനം വന്നപ്പോഴത്തേക്കും അതിനെ അങ്ങനെ BJPക്കാരെ പിടിച്ചു മാറ്റി പഞ്ഞി കിട്ടുന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് വന്നത്. അങ്ങനെ ആ രീതിയിലല്ല, ആക്രോശിച്ചുകൊണ്ടാണ്. അതിന് നമ്മൾ എങ്ങനെ സുരേഷ് ഗോപി ആ പിക്ചറിലേക്ക് കൊണ്ടുവരും? സുരേഷ് ഗോപി നിർത്തി ഇറങ്ങി ബഹളം ഉണ്ടാക്കണ്ട. കാർ നിർത്തി ശശീന്ദ്രൻ പോലും ഇറങ്ങി ചെന്നിട്ടില്ല. ആരെയും പോലെ എന്ന് പറയണ്ട. നമ്മുടെ പാരമ്പര്യവും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നേതാവായി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങൾ ഇങ്ങനെയാണ്. അത് സുരേഷ് ഗോപി ആയാലും പിണറായി വിജയനാണ് ഡിഗ്രി ഇത്തിരി കൂടുതൽ മാത്രമേ ഉള്ളൂ. സാർ എനിക്ക് താങ്കളുടെ ഒരു നല്ല വശം ഉണ്ടെങ്കിൽ അത് ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ പിണറായി വിജയനിലെ മോശ വശമല്ല സുരേഷ് ഗോപി. അങ്ങനത്തെ ഇന്നലെ തന്നെ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, എന്നെ മന്ത്രിസ്ഥാനത്ത് മാറ്റിയ ഒരു പ്രശ്നമില്ല. സുരേഷ് ഗോപി ഏതായാലും ഞാൻ എന്റെ അടുത്ത സുരേഷ് ഗോപി കാണിച്ചത്, ഞാൻ സുരേഷ് ഗോപിക്ക് ഇവിടെ മാർക്ക് കൊടുക്കുന്നത് കലിംഗിലേക്ക് വന്ന് കലിംഗയിൽ ഇരുന്നു കൊണ്ട് സ്വന്തം നാട്ടുകാരായിട്ട് സംവദിക്കാൻ തയ്യാറാണ്. AC റൂമിലേക്ക് വിളിക്കാതെ കലിംഗയിൽ ഇരുന്നുകൊണ്ട് സാർ, എന്നിട്ട് ഈ കലിംഗ ഇരുന്നുകൊണ്ട് കാണിച്ചല്ലോ ഒരു അമ്മച്ചിയോട് സംസാരിച്ചത്. അതിന് കാരണം അമ്മച്ചിയുടെ അടുത്ത നിവേദനം കൊടുത്ത് അവിടെ ബിന്ദുണ്ട്, മന്ത്രി അറ്റൻഡ് ചെയ്യേണ്ട കാര്യം, വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം കൊണ്ട് നടക്കില്ല. അതേ പറയട്ടെ, നടക്കില്ല, പരസ്യമായിട്ട് പറയട്ടെ. നടക്കില്ല, മന്ത്രിയെ കൊണ്ട് നടക്കില്ല. ഒരു മനുഷ്യനെ ചീത്തയാക്കണമെങ്കിൽ, അത് പ്രത്യേകിച്ച് CPM-കാരെ വിചാരിച്ചാൽ ചീത്തയാക്കണമെങ്കിൽ തെറ്റായ രീതിയിൽ ഒരാളെ കൊണ്ട് തള്ളിക്കയറ്റി അങ്ങോട്ട് വിട്ടിട്ട് അയ്യോ അതേ മന്ത്രി ഭാവിച്ചില്ല എന്ന് പറയാം. പിണറായി വിജയൻ വിട്ട് ഗെറ്റൗട്ട് പറയൂ, അടിച്ചിട്ടില്ല പയ്യനെ. സുരക്ഷാ സേന ഇറങ്ങിയ പയ്യനെ തലക്കിട്ട് അടി കൊടുത്തിരുന്നെങ്കിൽ സാർ എന്ത് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും അതായിരുന്നു ചെയ്തോ. അത് ചെയ്യാത്തടത്തോളം കാലം എനിക്കിതിൽ ആകെ ഒരു ഒബ്ജക്ഷൻ ഉണ്ടായത് BJPക്കാരുടെ പ്രവർത്തന രീതി ഒട്ടും ശരിയായി. ഇവരെ കോപ്പി ചെയ്യാൻ അവര് വന്ന് വളഞ്ഞിട്ട് പിടിച്ച് ആക്രോശിക്കുകയാണ്. ക്യാമറ എടുക്കുന്നത് കണ്ടതും ട്യൂൺ മാറി. ഇത് രണ്ടും BJPയുടെ RSS അല്ലെ BJP വിഭാഗമാണെങ്കിലും CPM വിഭാഗമാണെങ്കിലും രണ്ടും ഫാസിസ്റ്റ് ടെൻഡൻസി, പച്ചയ്ക്ക് ഫാസിസ്റ്റാണ്. സഹിഷ്ണുത എന്ന് പറഞ്ഞവർക്കില്ല. എതിർ ശബ്ദങ്ങൾ. ഏതായാലും സുരേഷ് ഗോപിയുടെ കൂടെ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ പാർട്ടിക്കാരും പിണറായി വിജയന് പഠിക്കുകയാണോ എന്നൊരു സംശയമാണ് എനിക്കുണ്ടായത്. അത് ന്യായമായ സംശയം. അതാണ് എനിക്കുണ്ടായത്. അത് സംശയം. പിണറായി വിജയൻ കൊടുത്ത കുറെ മാതൃകകൾ ഇവർ പിന്തുടരുന്നു, അത്രേ ഉള്ളൂ.